25 വർഷത്തിന് ശേഷം പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ KB ഗണേഷ് കുമാർ വലിയൊരു പരാജയം നേരിടുകയുണ്ടായി. ജ്യോതികുമാർ ചാമക്കാല വിജയിച്ചു. ഇപ്പോൾ ദിവസങ്ങൾ പിന്നിടുമ്പോൾ KB ഗണേഷ് കുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു വലിയൊരു ആരോപണം ഉന്നയിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് പത്തനാപുരത്തും ഒരു BJP UDF ഡീല് നടന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായി അവിടെ ഒരു 2020 സ്ഥാനാർത്ഥിയെ നിർത്തുകയും അവർക്ക് ലഭിക്കേണ്ട വോട്ട് കുറയുകയും ആ വോട്ട് നേടിക്കൊണ്ടാണ് UDF സ്ഥാനാർത്ഥിയായ ജ്യോതികുമാർ ചാമക്കാല വിജയിക്കുന്നത് എന്നുമാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഇത് എത്രത്തോളം ശരിയാണ്? എത്രത്തോളം ശരിയായാലും തെറ്റായാലും ഗണേഷ് കുമാർ തോറ്റു. ആ തോൽവി അംഗീകരിക്കാൻ ഗണേഷ് കുമാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അതിന്റെ ആ ഞെട്ടലിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനാപുരം നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മരണവീടുകളിലൊക്കെ പത്തനാപുരത്തിന്റെ മുൻ MLA കേരള കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന ചെയർമാൻ, ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടിയുടെ, ഒരു ജില്ലയിൽ മാത്രമുള്ള പാർട്ടിയുടെ, പത്തനാപുരം മുതൽ കൊട്ടാരക്കര വരെ നിൽക്കുന്ന പാർട്ടിയുടെ ചെയർമാൻ കുറെ മരണവീടുകൾ സന്ദർശിച്ചു എന്ന് പത്തനാപുരത്തെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു. ഇപ്പോ ഞാനിങ്ങനെ മരണവീടുകളിലൊന്നും പറഞ്ഞില്ല. മരണവീടുകളിൽ പോയതുകൊണ്ട് വോട്ട് കിട്ടണമെന്നുമില്ല എന്നൊക്കെ പറഞ്ഞു നടന്ന മനുഷ്യൻ മരണവീടുകളിൽ പോകുന്നവര് മരണത്തിന്റെ വ്യാപാരികളാണെന്നും ശവപ്പെട്ടിക്കാരന്റെ മനസ്സാണ് അവർക്ക് എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന KB ഗണേഷ് കുമാറിനെ കാലം പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും ഒക്കെ മരണവീടുകളിൽ എത്തിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. KB ഗണേഷ് കുമാർ ഇപ്പോ മുന്നോട്ട് വെക്കുന്ന ന്യായം, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ UDF BJP ഡീല് നടന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പത്തനാപുരത്ത് നടന്നത്. പത്തനാപുരത്ത് നടന്നത് ഈ NDAയിലേക്ക് വന്ന 2020 പാർട്ടിക്ക് കുറച്ച് സീറ്റുകൾ കൊടുക്കണമായിരുന്നു. സ്വാഭാവികമായിട്ടും തൃപ്പൂണിത്തുറ നഗരസഭ അടക്കം ഭരിക്കുന്ന BJPയുള്ള തൃപ്പൂണിത്തുറ സീറ്റ് വരെ 2020 കൊടുത്തു. തൃക്കാക്കര അടക്കം 2020 കൊടുത്തപ്പോൾ പത്തനാപുരം പോലും മണ്ഡലം കൂടി അവർ കൊടുത്തു. ഈ ചള്ളി ഇറങ്ങുന്നതിനോടൊന്നും മത്സരിക്കാനില്ല BJP എന്നായിരിക്കും BJP ചിന്തിച്ചത്. KB ഗണേഷ് കുമാറിനോട് ഒന്നും പറയട്ടെ, BJPക്കാർ മാത്രമല്ല കേട്ടോ UDFനോട് വോട്ട് ചെയ്തേ. അവിടെ വോട്ട് ചെയ്തത് അവിടുത്തെ CPMകാരനും CPIക്കാരനും KB ഗണേഷ് കുമാറിന്റെ അച്ഛൻ ബാലകൃഷ്ണപിള്ള ഉണ്ടാക്കിയ കേരള കോൺഗ്രസ് ബിയിലെ യഥാർത്ഥ പഴയ പ്രവർത്തകരും. ഇപ്പൊ വന്ന് കയറി 8 മമ്മുഞ്ഞുമാരല്ല. യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് ബി ഉണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ അച്ഛനോടൊപ്പം നിന്ന യഥാർത്ഥ ഗണേശന്റെ ഭാഷയിൽ പറഞ്ഞാൽ എച്ചിൽ പട്ടികൾ, ഞാനങ്ങനെ വിളിക്കില്ല ഒരിക്കലും, അവരെല്ലാവരും മഹാന്മാരായ, സത്യം മനസ്സിലാക്കുന്ന, ബാലകൃഷ്ണപിള്ളയെ സ്നേഹിക്കുന്നവരും ഇത്തവണ UDFന് വോട്ട് ചെയ്തു ഗണേശ എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. വലിയൊരു കണക്കൊക്കെ എടുത്ത് വെച്ച് നീട്ടിപ്പിടിക്കുന്നുണ്ട്. ഭീമന്റെ മത്സരിച്ചപ്പോ ഇത്ര വോട്ട്, സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ ജിതിൻ ദേവ് മത്സരിച്ചപ്പോ ഇത്ര വോട്ട്, 13,000 ശിഷ്ട വോട്ട്. അപ്പൊ എന്തായാലും അത്ര വോട്ടിന്റെ ഈ ഇത്തവണ നിങ്ങളുടെ NDA സ്ഥാനാർത്ഥി മേടിച്ച വോട്ടിന്റെയും കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി മേടിച്ച വോട്ടിന്റെയും ആ ഒരു മാർജിനിലല്ലല്ലോ ജ്യോതികുമാർ ജയിച്ചത്. അപ്പൊ നിങ്ങൾ പറയുന്ന കണക്കം പ്രകാരം BJPയുടെ വോട്ട് കിട്ടിയില്ലായിരുന്നെങ്കിലും, BJPയുടെ വോട്ടുകളാണെന്ന് ഞാൻ അവകാശപ്പെടുകയല്ല, അത് ഞാൻ പറയുകയല്ല, BJPയുടെ വോട്ടുകൾ കിട്ടിയില്ലായിരുന്നെങ്കിലും ഗണേഷ് കുമാർ പത്തനാപുരത്ത് തോക്കുമെന്ന് ആ കണക്കുകൾ വ്യക്തമാക്കും. ഇനി ഗണേഷ് കുമാർ മനസ്സിലാക്കേണ്ടത്, 25 വർഷക്കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ താങ്കൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും താങ്കളുടെ കാര്യങ്ങൾ നോക്കുന്ന മാനേജർമാരുണ്ടല്ലോ ഓഫീസ്, അവരോട് ചോദിച്ചാൽ മനസ്സിലാവും. നിഷ്പക്ഷമതികളായ കുറെ വോട്ടർമാർ ആ നാട്ടിലുണ്ട്. ആ നിഷ്പക്ഷമതികളുടെ വോട്ട് കൊണ്ടാണ് പോയ കാലങ്ങളിലൊക്കെ നിങ്ങൾ ജയിച്ചത്. അതിനപ്പുറത്തേക്ക് ജഗദീഷിനെതിരെ മത്സരിച്ചപ്പോഴും കഴിഞ്ഞ തവണ ചാമക്കാലയ്ക്കെതിരെ മത്സരിച്ചപ്പോഴും പഴയ UDF സഹയാത്രികൻ എന്ന ലേബലിൽ താങ്കൾ UDFനകത്ത് കുറെ വോട്ടുകൾ വിലയ്ക്ക് വാങ്ങുമായിരുന്നു. എല്ലാ പാർട്ടിയിലും ഉണ്ടാകുമല്ലോ പുഴുക്കുത്തുകൾ, കൂടെ നിൽക്കുന്നവനെ ചതിക്കുന്ന, കൂടെ നിൽക്കുന്നവനെ കുതുകാല് വെട്ടുന്ന കുറെ നാടുകൾ. അവന്മാരുടെ സന്തത സഹചാരികളുടെ വോട്ട് ഗണേശൻ വിലയ്ക്ക് വാങ്ങിയ ഒരു ചരിത്രം പത്തനാപുരത്ത് എല്ലാവർക്കും അറിവുള്ളതാണ്. ഇത്തവണയും അങ്ങനെ താങ്കൾ കുറെ ഓപ്പറേഷൻസ് നടത്തി. ആ ഓപ്പറേഷൻസിൽ തനിക്ക് വിധേയപ്പെട്ടവരെയും വിധേയപ്പെടാത്തവരുടെ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ പുറത്തുകൂടെ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ പറയുന്നില്ല രാഷ്ട്രീയ മര്യാദയുടെ പുറത്ത്. പക്ഷേ അതിനേക്കാൾ ഉപരി ഉമ്മൻചാണ്ടി സാറിന്റെ മരണത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ കോൺഗ്രസിനുള്ളിലെ കൊതുകാല് വെട്ട് വളരെ കുറവായിരുന്നു, തുലവും തുച്ഛമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കൊതുകാല് വെട്ടിയ നാറികൾ പലരും ഇന്ന് മുഖ്യമന്ത്രിയാകാൻ കച്ചകെട്ടി കിടക്കുന്നവരുടെ സൈഡിലൊക്കെ പോയി നിന്ന് വീഡിയോ ഇടുന്നതും അവർക്ക് വേണ്ടി വീഡിയോ ഇടുന്നതും കമന്റ് ബോക്സിൽ വന്ന് അതിനുള്ള മറുപടി അവിടുത്തെ ജനം കൊടുക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. BJPയുമായി കാലാകാലങ്ങളിൽ BJP നേതൃത്വമായിട്ടോ BJPയുടെ യഥാർത്ഥ പ്രവർത്തകരെ, യഥാർത്ഥ അണികളെ അല്ല ഞാൻ പറയുന്നത്, പണമുണ്ടാക്കുക, രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന വീർപ്പിന്റെ അസുഖമുള്ള അണ്ണന്മാരെ കൂട്ടുപിടിച്ച് കാലാകാലങ്ങളിൽ അവിടെ വോട്ട് പിടിച്ചിരുന്ന ഗണേഷ് കുമാറിന്റെ പാർട്ടിയാണ്.
ഇത്തവണയും അത്രയും നേതാക്കന്മാരുമായിട്ട് കുറച്ച് ഡീലുകൾ ഉണ്ടാക്കി. അവന്മാരുടെയും പേരും ഡയറിയിലെ പേരും ഒക്കെ നമുക്കറിയാം. ഞാൻ പുറത്ത് പറയുന്നില്ല, പേര് പറയുന്നില്ല. ഈ അടുത്ത തവണയെങ്കിലും നന്നാവട്ടെ. പക്ഷേ നേതാക്കന്മാർ പറഞ്ഞാൽ പോലും അണികൾ കേൾക്കാത്തൊരു സാഹചര്യം ഇത്തവണ അവിടെ എല്ലാ പാർട്ടിയിലും ഉണ്ടായി. അത് കോൺഗ്രസിലും ഉണ്ടായി, BJP-യിലും ഉണ്ടായി, CPM-ലും ഉണ്ടായി, CPI-ലും ഉണ്ടായി, ബിയിലും ഉണ്ടായി എന്നുള്ളതാണ് സത്യം. SDPI അടക്കം. SDPI ആയിട്ട് ഡീൽ ഉണ്ടാക്കിയത് ആരാണ്? അതിന്റെ തെളിവുകൾ വേണമെങ്കിൽ ഞാനും പുറത്തുവിടാം. അത് ഞാൻ പറയുന്നില്ല, മിണ്ടാൻ പോകുന്നില്ല. എന്തിനാണ്? ഇലക്ഷൻ കഴിഞ്ഞു. ഏത് ഗണേശനെയൊക്കെ തൂക്കി, അത്രേ ഉള്ളൂ. അവിടുത്തെ യൂത്ത് കോൺഗ്രസ് എഴുതി വെച്ചതുപോലെ കേസ്. ഏത് ഗണേശനൊന്നും ഇല്ല ഇവിടെ. അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിന്റെ താഴെ വരുന്ന കമന്റുകളെല്ലാം പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാകും എത്രത്തോളം ഈ പറഞ്ഞ 25 വർഷക്കാലം പത്തനാപുരം അയാളെ സഹിച്ചിരുന്നു എന്നുള്ള കാര്യം. അല്ല, 25 വർഷക്കാലം 20 വർഷക്കാലം അയാളെ സെലിബ്രേറ്റ് ചെയ്താണ് അയാളും സെലിബ്രേറ്റ് ചെയ്തത്. കഴിഞ്ഞ 5 വർഷക്കാലമാണ് LDF സർക്കാരിന് കീഴിൽ 2 വർഷക്കാലം മന്ത്രിസ്ഥാനം കിട്ടിയപ്പോഴേക്ക് ജനത്തെ പിഴിയുന്ന നിലപാടെടുത്തതോടുകൂടി സ്ത്രീ സമ്പർക്കമൊക്കെ ഈ കീഴുട്ടറവാട്ടുകാർക്ക് ആവാം എന്നൊരു നിലപാട് പരസ്യമായി എടുത്തതോടുകൂടി അയാൾ അധപ്പതനം തുടങ്ങിയെന്ന് പറയാം. അതിനൊപ്പം അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സൈബർ വെട്ടുക്കളി കൂട്ടത്തെ കൊണ്ട് പത്തനാപുരത്തെ ചെറുപ്പക്കാരും രാഷ്ട്രീയക്കാരും മുഴുവൻ നശിച്ച നാറാണക്കല്ല് പറിച്ചത്. ഞാൻ പറഞ്ഞ ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. BJP-യുടെ നേതൃത്വത്തിലെ ചില ആളുകളെയൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയെങ്കിലും അണികളോ പ്രവർത്തകരോ അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം അവർക്ക് അവരുടെ പ്രിയങ്കരനായ തൃശ്ശൂർ MP സുരേഷ് ഗോപി കിട്ട് ഉണ്ടാക്കാൻ ചെന്നപ്പോൾ മുതൽ എന്റെ വായിൽ ഈ പത്തനാപുരം ഭാഷ തന്നെയാണ് കയറി വരുന്നത്. അതിനകത്ത് പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം കേട്ടോ. സുരേഷ് ഗോപി നോമ്പ് തുറകൾക്ക് പോകുന്നത് കഞ്ഞി വടിച്ചു നക്കാനാണെന്നും അവസാനം സുരേഷ് ഗോപി പൊതുവേദിയിൽ ചെന്നിട്ട് മറ്റേ മോനെന്ന് വിളിക്കേണ്ടി വന്നില്ലേ? ഷാജസ്കറിയുടെ മുമ്പിൽ പോയിരുന്നിട്ട് ആ മറ്റേ മോൻ ഞാനാണെന്ന് പറയേണ്ടി വന്നില്ലേ? സ്വന്തം തട്ടകത്തിൽ പത്തനാപുരത്ത് സെന്റ് സ്റ്റീഫൻസിൽ വന്നിട്ട് സുരേഷ് ഗോപി മറുപടി കൊടുത്തില്ലേ? ഗണേശൻ എന്താ പറഞ്ഞ പത്തനാപുരത്തോട്ട് സുരേഷ് ഗോപി ആദ്യമായിട്ട് വരികയാണോ, ഞാൻ നിനക്ക് വോട്ട് പിടിക്കാൻ വന്ന ചരിത്രം, അന്ന് കൂടെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു എന്നൊരു ഓർമ്മപ്പെടുത്തൽ. ചാണ്ടി ഉമ്മനേക്കാൾ മുമ്പേ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ഗണേശനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം, അല്ലെങ്കിൽ ഗണേശന് പാരിതോഷികം കൊടുക്കണമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ പറഞ്ഞ നേതാവിന്റെ പേര് ഈ പറയപ്പെടുന്ന സുരേഷ് ഗോപി എന്ന BJP-കാരനായ സുരേഷ് ഗോപി. പണ്ട് UDF-കാരനായ ഗണേശൻ വോട്ട് പിടിക്കാൻ വന്ന അതേ സുരേഷ് ഗോപി. അപ്പോ കേരളത്തിലെ ആദ്യത്തെ BJP MP ആയ സുരേഷ് ഗോപി എന്നാല് പറഞ്ഞിട്ട് BJP-കാർ വോട്ടും കൂടെ വേണമെന്ന് പറഞ്ഞ അങ്ങോട്ട് ചെന്ന BJP അണികള് കാക്കിച്ചു തുപ്പത്തില്ലേ? അപ്പൊ നേതാക്കന്മാർ കിട്ടുന്ന ചില്ലറയൊക്കെ മേടിച്ച് പോക്കറ്റ് വെച്ചു എന്നല്ലാതെ അണികളോടത് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല. BJP-കാർ വോട്ട് ചെയ്തു. അതിനകത്ത് എന്താ സംശയം? ഒരു സംശയമില്ല. അവിടുത്തെ BJP-കാർ വോട്ട് ചെയ്തു. ജ്യോതികുമാർ ചാമക്കാലൊക്കെ വോട്ട് ചെയ്ത CPM-കാരെ വ്യക്തിപരമായിട്ട് എനിക്കറിയാലോ, CPI-കാരെ അറിയാലോ, എന്നിട്ട് കേരള കോൺഗ്രസ് B-കാരെ അറിയാലോ. 24 മണിക്കൂറും ഗണേശന്റെ കൂടെ നടക്കുകയും 24 മണിക്കൂറും ഗണേശന്റെ ആളുകളായി നടക്കുകയും ചെയ്തിട്ട് രാത്രി വിളിച്ചിട്ടേ ആ മൈരന്തോ അവിടെ ഒരു ബീപ്പ് ഇട്ടേക്കണം, വേണം കട്ട്. രാത്രി വിളിച്ചിട്ട് അയാൾ തോക്കൂടെ, നിങ്ങൾ ചാമക്കാല ജയിക്കൂടെ എന്ന് പറഞ്ഞ് എത്രയോ കേരള കോൺഗ്രസ് B-കാരെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം. അപ്പൊ ഇതൊന്നും പറയുമ്പോൾ ഗണേഷ് കുമാർ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം സാറേ. നിങ്ങൾ ഈ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. മനുഷ്യ സഹജമായ ചില തെറ്റുകൾ താങ്കൾക്ക് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ പശ്ചാത്താപമേ പ്രായശ്ചിത്തം. അതിന്റെ അനുഭവിച്ചവരോട് മാപ്പ് പറയുക, എന്നിട്ട് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് 25 വർഷക്കാലങ്ങൾക്ക് മുമ്പ് പത്തനാപുരത്തേക്ക് രാഷ്ട്രീയക്കാരനായ KV ഗണേഷ് കുമാർ വന്നിറങ്ങുമ്പോൾ യാതൊരു വിധമായ രാഷ്ട്രീയത്തിൽ വിയർപ്പെടുക്കലും താങ്കൾക്ക് ആവശ്യം വന്നില്ല. നിങ്ങൾ അച്ഛന്റെ ലേവലിൽ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കി നൂലെ കെട്ടി താഴെ ഇറക്കി UDF-കാർ എടുത്തുകൊണ്ട് നടന്നു. 15 വർഷക്കാലം നിങ്ങൾ MLA ആക്കി. അതിനുശേഷം 10 കൊല്ലം അവിടുത്തെ പാവപ്പെട്ട CPM-കാരനും CPI-കാരനും കേരള കോൺഗ്രസ് മാണിക്കാരനും ഒക്കെ കൂടെ നിങ്ങളെ ചുമന്നുകൊണ്ട് നടന്ന് MLA ആക്കി, മന്ത്രിയാക്കി. ഈ 25 വർഷക്കാലം MLA ആയിരുന്നു. എന്തിന്? സ്വന്തം പോക്കറ്റിൽ നിന്ന് 1 രൂപ പോലും എടുക്കേണ്ടി വന്നിട്ടില്ല. ഇഷ്ടംപോലെ പൈസ കൊണ്ടുകൊടുത്താൽ അവിടുത്തെ വ്യവസായികളും കച്ചവടക്കാരും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഓരോ ഇലക്ഷനും നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കൊട്ടാരക്കരയിലെയും പുനലൂരെയും പത്തനാപുരത്തെയും മാത്രം കച്ചവടക്കാരുടെ ലിസ്റ്റ് എടുത്താൽ അത് കോടികൾ വരുമെന്നുള്ളതും വ്യക്തമായിട്ട് അറിയാം. പിന്നെ പുറത്ത് മന്ത്രി എന്ന ലെവലിൽ കേരളത്തിനകത്തും പുറത്തും രാജ്യത്തിന് പുറത്തും ഒക്കെ ആയിട്ട് നിങ്ങൾ കളക്ട് ചെയ്യുന്ന പൈസ, അതൊക്കെ പോട്ടെ, അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആവശ്യമാണ്. അപ്പോ നിങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ആ താർ ജീപ്പിന് മുമ്പിൽ മാസ്കും വെച്ചിരുന്ന് പോയിട്ട് സ്വീകരണത്തിന് പോലും എഴുന്നേറ്റിരിക്കാൻ വയ്യാതെ മാല വാങ്ങിയൊരു ഗണേശനെ ഞങ്ങൾക്കറിയാം. ഇത്തവണ വെയിൽ കൊണ്ട ഗണേശനെ അറിയാം, മഴ കൊണ്ട ഗണേശനെ അറിയാം, ഈ പറയപ്പെട്ട മഞ്ഞ് കൊണ്ട ഗണേശനെ അറിയാം. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഇതാണ് സാറേ, ഒന്ന് മനസ്സിലാക്കണം. 25 വർഷക്കാലങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള അവസരം ലഭിച്ചു എന്നുള്ളതാണ്. അടുത്ത 5 വർഷക്കാലവും മുഖ്യപ്രതിപക്ഷമായി നിങ്ങൾ പത്തനാപുരത്തിന്റെ കളത്തിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് അവിടുത്തെ UDF ക്യാമ്പും അവിടുത്തെ MLA, അവിടുത്തെ നിയുക്ത MLA
ജ്യോതികുമാർ ചാമക്കാലയും ആഗ്രഹിക്കുന്നത്. വിട്ടുപോയിക്കളയരുത്. വിട്ടുപോയിക്കളഞ്ഞിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ കരുത്തന്മാരോട് തന്നെ ഫൈറ്റ് ചെയ്യണമെന്നാണ്. അതാണ് ഒരു ആമ്പിള്ളേരുടെ രീതി. നിങ്ങൾ ഇതുവരെ സത്യത്തിൽ ആണുങ്ങളുമായിട്ട് നേർക്കുന്നതിന് മുട്ടിയിട്ടില്ല. നിങ്ങൾ 15 വർഷക്കാലം CPI-യുടെ GPM-ന്റെ ഒക്കെ ഏതൊക്കെയോ അവന്മാരുടെ സമയത്ത് വരും, മത്സരിക്കും. നിങ്ങൾ കുറെ കാശ് അവിടുത്തെ ഇവിടുത്തും പിരിച്ചു കൊടുക്കും. അവന്മാരുടെ പാടും തൊട്ടിപ്പോവും. പിന്നെ കൊണ്ടുവന്നത് ജഗദീഷിനെ. ജഗദീഷ് ഇങ്ങോട്ട് വന്ന് സിനിമയിലൊക്കെ നിൽക്കണമെങ്കിൽ തമ്പുരാന്റെ കാരുണ്യം വേണമല്ലോ എന്ന് വിചാരിച്ച് മത്സരിച്ചു. തോറ്റു കഴിഞ്ഞപ്പോ കോൺഗ്രസ്സുകാരെ തെറി വിളിച്ചിട്ട് പോയി. അഞ്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഭാഷയെ പറഞ്ഞ ഒരു അഞ്ചക്കാരനായ ഒരു മനുഷ്യൻ, ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ ആ നാട്ടിലേക്ക് വന്നതോടുകൂടി നിങ്ങളുടെ കളി മാറി. എന്തായാലും ഇന്ന് പത്തനാപുരത്ത് കേരള കോൺഗ്രസ് ബിയുടെ പ്രവർത്തക കൺവെൻഷൻ വെച്ചിരിക്കുകയാണ്. ഈ പരാജയമൊക്കെ അവർ ചർച്ച ചെയ്യും. പരാജയം അംഗീകരിച്ചതിന് ശേഷമല്ലേ ചർച്ചയുടെ ആവശ്യം വരുന്നുള്ളൂ. ഇയാളല്ലേ ഉള്ള അംഗീകരിക്കാതെ, ബാക്കി നാട്ടുകാരെല്ലാം അംഗീകരിച്ചല്ലോ. എന്നിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ ആ കേരള കോൺഗ്രസ് എമ്മാരുണ്ടല്ലോ, കാര്യം എന്ന് പറഞ്ഞാൽ അവന്മാരോട് ആരാധന തോന്നിപ്പോ. ആരാന്ന് പറഞ്ഞാൽ ഈ പരാജയത്തിന്റെ മൊത്തം കാരണം പിണറായി വിജയനാണ്. NDA-യിലേക്ക് പോകണമെന്നാ പറഞ്ഞേക്കുന്നത്. ആ റോഷി അഗസ്റ്റിനും ഒക്കെ കൂടാണ് ഈ പാവം പിടിച്ച UDF ഒന്നുമില്ല, അയാളെങ്കിലും ജയിച്ചു പോയത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാണി സി കാപ്പൻ ഇപ്പൊ മന്ത്രിയാവും. കണ്ടോ, പാലായിൽ നിന്ന് അടുത്ത മന്ത്രി മാണി, പാലായിൽ നിന്ന് വീണ്ടും മാണി സി കാപ്പൻ, കുഞ്ഞുമാണിയല്ല. ഇയാള് ഗണേശൻ എങ്ങോട്ട് പോകും? ഗണേശൻ ഇവന്മാരെ തെറി വിളിച്ചിട്ട് ഇടതുപക്ഷക്കാരെ തെറി വിളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. UDF-ലോട്ട് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം അവിടെ VD സതീശനൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. കാര്യം എന്താ പറഞ്ഞാൽ പണ്ടത്തെ അവസ്ഥയൊന്നുമല്ല. പണ്ട് എന്ത് തന്തയിലായ്മത്തരം പോകൃതരം കാണിച്ചിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന UDF. ഇപ്പൊ അവിടെ അത് പറ്റത്തില്ല. PV Anwar വന്നപ്പോ പോലും നീ അങ്ങോട്ട് തൽക്കാലം മാറി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആലോചിക്കാന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ നേതൃത്വമാണ് UDF-നുള്ളത്, കോൺഗ്രസിനെന്നുള്ളത്. NDA-യിലോട്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സുരേഷ് ഗോപിയെ തെറി വിളിച്ചിട്ട് അങ്ങോട്ട് ചെന്ന് അവന്മാര് കാര്യം എന്ന് പറഞ്ഞാലും ഈ നോർത്തിലൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പലപ്പോഴും വിമർശിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ അവന്മാര് മിടുക്കന്മാരാ. എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റി ഉണ്ടെങ്കിലേ അങ്ങോട്ട് എടുക്കത്തുള്ളൂ. അപ്പൊ ഇനിയും പിണറായി വിജയനെ വാഴ്ത്തുക, പിണറായി വിജയനെ പുകഴ്ത്തുക, അവിടെ സജീവമായിട്ട് നിൽക്കുക. അവിടുത്തെ DYFI-കാരും പിള്ളേരും CPM-ന്റെ നേതൃത്വം ആഗ്രഹിക്കുന്ന 5 കൊല്ലം കഴിയുമ്പോൾ CPM ആ സീറ്റ് എടുക്കണതാ. ഏതെങ്കിലും ഒരു തോക്കുന്ന സീറ്റ് തരുമായിരിക്കും, അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് ജയിക്കുക. അതുവരെ പത്തനാപുരത്ത് സജീവമായി നിൽക്കണം. പിന്നെ കഴിഞ്ഞ ദിവസം നാട്ടിൽ വിളിച്ചിട്ട് പറയുന്നതായിട്ട് ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്തെ ഓഫീസ് വീണ്ടും പ്രവർത്തന സജ്ജമായെന്നും പറഞ്ഞ് 10 കൊല്ലം മുമ്പുള്ളത് ഒരു ഫോട്ടോ ഇട്ടേക്കുന്നത്. ഒരു മന്ത്രി ഉപയോഗിച്ചിരുന്ന ഓഫീസ് ഫോർ റെന്റ് ഓർ ലീസ് ഫോർ സെയിൽ എന്നും പറഞ്ഞിട്ട് OLX കിടക്കുന്നെന്നും ആരാണ്ടൊക്കെ പറയുന്നുണ്ട്. ഗണേഷ് കുമാർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം. തോറ്റു, ജനങ്ങളെ അഭിമുഖീകരിക്കണം, തോൽവി അംഗീകരിക്കണം. അടുത്ത 5 കൊല്ലവും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണം. ഇല്ലേ, ആനയുടെ പകയും പാമ്പിന്റെ പകയുമായിട്ടും നടന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മളൊക്കെ ഇത് പറയേണ്ടി വരുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ട്. നമ്മളൊന്നും ജനങ്ങളിൽ നിന്നൊന്നും ആഗ്രഹിച്ചിട്ട് നിൽക്കുന്നവരല്ല. ജനങ്ങൾക്ക് നല്ലത് കിട്ടണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഈ ഒന്നും നിങ്ങളുടെ തറവാട്ടി നിങ്ങളുടെയോ എന്റെയോ അല്ലെങ്കിൽ ഈ നിങ്ങൾക്ക് എതിരെ നിന്ന് ജയിച്ച ചാമക്കാലയുടെയോ അതല്ലെങ്കിൽ ഇപ്പൊ മുഖ്യമന്ത്രി ആകാൻ ആര് പോകുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരും ഇവരുടെ ഒന്നും കുടുംബത്തിൽ നിന്ന് എടുത്ത് ആരും ഒന്നും ചെയ്യുന്നില്ല. സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ നോക്കിയും കണ്ട് നിങ്ങളുടെ അഹങ്കാരം ഒന്നും സഹിക്കാൻ നടക്കുന്നവരല്ലെന്നേ ഈ നാട്ടുകാര്. പിണറായി വിജയനെ വരെ അവിടെ പണി കൊടുത്തു. പിന്നെ ഇനി പത്തനാപുരത്ത് ഗണേഷ് കുമാർ. അതുകൊണ്ട് ചുമ്മാ വെറുതെ ട്രോൾ വാങ്ങി കൂടാ. കുറച്ചാളത്തേക്ക് സോഷ്യൽ മീഡിയയിലൊന്നും മിണ്ടാതിരിക്കൂ. എന്നിട്ട് നിങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങും. നിങ്ങളെ ഞങ്ങൾ ശവപ്പെട്ടിക്കാരന്റെ മനസ്സുള്ള ആളൊന്നും വിളിക്കില്ല. നിങ്ങൾ കല്യാണത്തിലും ചാക്കാലയ്ക്കും ഒക്കെ പോ. അതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എവിടെ ചെന്നാലും മൂട് താങ്ങാൻ ഇപ്പോഴും ആളുകളുണ്ടല്ലോ, അവര് കൂടെ നിന്ന് ചതിക്കാതെ നോക്കണേ. ശരി, അപ്പോൾ ഈ പറഞ്ഞതുപോലെ ചാമക്കാല വേ ഓഫ് പൊളിറ്റിക്സ് സ്വന്തമായിട്ട് അഡാപ്റ്റ് ചെയ്ത് ഈ അടുത്ത 5 വർഷം പ്രവർത്തിച്ച് പറ്റുമെങ്കിൽ പത്തനാപുരത്ത് വീണ്ടും MLA ആയി ഗണേഷ് കുമാർ തിരിച്ചു വരട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. LDF സീറ്റ് കൊടുത്താൽ അതെ, LDF സീറ്റ് കൊടുത്താൽ ഒരു വംശനാശം സംഭവിച്ച പാർട്ടിയായി കേരള കോൺഗ്രസ് ബി മാറാതിരിക്കട്ടെ. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തത് 10-20 വർഷം കഴിയും. ഒരു 4-5 തവണത്തേക്ക് ചാമക്കാല തന്നെ ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥി. പണി തുടങ്ങിയിട്ടുണ്ട് പുള്ളി.